പ്രമുഖ നേതാക്കളുടെ കൊലപാതകങ്ങളും അതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും അമേരിക്കൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ജോൺ എഫ് കെന്നഡി, റോബർട്ട് കെന്നഡി തുടങ്ങിയ നേതാക്കളുടെ കൊലപാതകത്തിലെ രഹസ്യരേഖകൾ പുറത്തുവിടാൻ പോവുകയാണ് ട്രംപ് ഭരണകൂടം. ഇത്തരം രേഖകൾ മറച്ചുവെക്കുന്നത് പൊതു താൽപര്യത്തിന് ചേർന്നതല്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇനി ആ കൊലപാതകങ്ങളുടെ ചുരുളഴിയും. അമേരിക്കൻ പൗരാവകാശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മാർട്ടിൻ ലൂഥർ കിങ്, 35ാമത്തെ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, റോബർട്ട് എഫ് കെന്നഡി തുടങ്ങി നിരവധി പല പ്രമുഖരും വെടിയേറ്റു മരിച്ചവരാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചാരണത്തിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച രഹസ്യരേഖകൾ ജനങ്ങൾക്കായി പുറത്തുവിടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. 35ാമത് US പ്രസിഡന്റ് ആയിരിക്കെയാണ് 1963 നവംബർ 22-ന് ജോൺ എഫ് കെന്നഡി വെടിയേറ്റു മരിക്കുന്നത്. രാഷ്ട്രീയ പ്രസംഗത്തിനായി ടെക്സസിലെത്തിയപ്പോഴായിരുന്നു അപകടം. വെടിയേറ്റ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയായ ലീ ഹാർവി ഓസ്വാൾഡിനെ അറസ്റ്റ് ചെയ്യുകയും കൊലപാതക കുറ്റം ചുമത്തുകയും ചെയ്തു. എന്നാൽ ഓസ്വാൾഡും പിന്നീട് വെടിയേറ്റു മരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കവെയാണ് റോബർട്ട് എഫ് കെന്നഡി കൊല്ലപ്പെടുന്നത്. 1968 ജൂൺ 5-ന് കാലിഫോർണിയയിൽ വെച്ച് 42 വയസ്സുള്ളപ്പോൾ വെടിയേറ്റു മരണം. എന്നാൽ ഈ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അമേരിക്കയിൽ കറുത്തവർഗക്കാരുടെ പൗരാവകാശത്തിനു വേണ്ടി പോരാടിയ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറും വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. 1968 ഏപ്രിൽ 4-ന് ടെന്നീസിയിൽ വെച്ചാണ് കിങ് കൊല ചെയ്യപ്പെട്ടത്. ഈ കൊലയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ കൊലപാതകങ്ങളിൽ സർക്കാർ ഏജന്റുമാർക്കും മാഫിയകൾക്കും പങ്കുണ്ടെന്ന വാദം അമേരിക്കയിൽ എക്കാലത്തും നിലവിലുണ്ട്. ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിരവധിയാണ്. ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം പ്രതി ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ. അമേരിക്കൻ ജനതയിൽ നല്ലൊരു ശതമാനവും ഓസ്വാൾഡ് മാത്രമാണ് കൊലയ്ക്ക് പുറകിലെന്ന് വിശ്വസിക്കുന്നില്ല. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും 25 വർഷത്തിനുള്ളിൽ പുറത്തുവിടാൻ 1992-ൽ US കോൺഗ്രസ് നിയമം പാസാക്കിയിരുന്നു. ട്രംപിന്റെ ആദ്യ പ്രസിഡൻസി കാലയളവിലും തുടർന്നു വന്ന ബൈഡൻ സർക്കാരിന്റെ ഭരണകാലത്തും ജോൺ എഫ് കെന്നഡിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തുവന്നു. അവശേഷിക്കുന്ന രഹസ്യരേഖകളാണ് ഇനി പുറത്തുവരിക. ആദ്യ ട്രംപ് സർക്കാർ രേഖകൾ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ CIA-യും FBI-യും എതിർത്തതിനാൽ രേഖ പുറത്തു വന്നില്ല. എന്നാൽ ഈ രീതി പൊതു താൽപര്യത്തിന് ചേർന്നതല്ലെന്നാണ് ട്രംപ് പറയുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമം പൂർത്തിയാക്കാൻ ട്രംപ് ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.